ഡെമോക്രസിയുടെ നെടുംതൂണായ നിയമസഭയിൽ പാലായിലെ പഴയ പുലിക്ക് എലിയുടെ പോലും വിലയില്ലാതായ ദിവസമായിരുന്നു സമാപിച്ചത്. പണ്ടൊക്കെ നിയമസഭയിൽ മാണിസാർ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്നാ ഓളമായിരുന്നു. ഇന്നിപ്പോൾ ബജറ്റ് ചോർച്ചയിൽ അടിയന്തര ചർച്ച പറ്റില്ല എന്ന് സ്പീക്കർ പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിനൊപ്പമുള്ള ഇറങ്ങിപ്പോക്ക് പ്രസംഗത്തിനായി എഴുന്നേറ്റ് നിന്നപ്പോൾ മാണിസാറിനെ കൂവിത്തോൽപ്പിക്കുന്നത് ആരാണെന്ന് നോക്കിക്കോ, സ്വന്തം പ്രതിപക്ഷം. പ്രസംഗിച്ചോളൂ സാർ. ഇവിടെ ക്ലിയർ അഡ്മിഷൻ, അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നു. ക്ലിയർ അഡ്മിഷൻ വന്നിരിക്കുന്നു മന്ത്രിയുടെ ഭാഗത്ത്. പ്രസംഗം അങ്ങ് പ്രസംഗിക്കുന്നുണ്ടോ? പ്രസംഗിച്ചോണ്ടിരിക്കുക. പ്രസംഗിക്കും സാർ. ഞാൻ ബഡ്ജറ്റ് പ്രസംഗം ഒട്ടുകാലായപ്പോൾ പുറത്തുപോയി ബഡ്ജറ്റ് പ്രസംഗം സീറ്റിൽ പോയി അവിടെ പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ്. വോക്കൗട്ട് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. വോക്കൗട്ട് പ്രസംഗമാണ് സീറ്റിൽ പോയി. അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു. മാണി സാറിനെതിരാണോ പ്രതിഷേധം? ബഡ്ജറ്റ് ചോർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു. അവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വാക്കൗട്ട് നടത്തി. ഇടവേള കഴിയുമ്പോൾ കാത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം വടക്കുന്നാഥൻ്റെ മുന്നിൽ നമ്മുടെ പ്രമുഖ നടൻ ജോർജ് ഏട്ടൻ്റെ അല്ല ദിലീപേട്ടൻ്റെ വികാരപൂരമാണ്. അതിനു മുമ്പ് നമ്മൾക്ക് ഉപ്പിട്ട ഒരു നാരങ്ങാ വെള്ളം കുടിച്ചാലോ? അതുവരെ ഇടവേള.